Yes, good afternoon. Good afternoon. Okay, അപ്പൊ ഞാൻ നിങ്ങളെ ഈ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അതാണ് പഠിപ്പിക്കുന്നത്. എന്റെ പേര് സുനിൽ. അപ്പോ ഇത് നിങ്ങളുടെ ഈ കോഴ്സിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോ നമ്മളെല്ലാവരും ഒരു ലോക ഭാഷ എന്ന നിലയിലാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം? അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് ഓർ റുഡിമെന്റ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് പറയാം. ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രദേശത്തും അറിയപ്പെടുന്നത് ഓരോ പേരിലാണ്. നമുക്കറിയാം അമേരിക്കൻ ഇംഗ്ലീഷ്, അതുപോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്. ഇവിടെ എല്ലാം ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും വളരെ പ്രകടമാണ്. ബട്ട് നമ്മൾ പിന്തുടരുന്നത് കിങ്സ് ഇംഗ്ലീഷ് അഥവാ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് BE എന്ന് പറയും. ആ ഇംഗ്ലീഷ് നിയമങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പോ ഇന്നിപ്പോ നമുക്ക് ഭാഷയുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. അതിലൊന്നാമത്തേത്, ഏത് ഭാഷയാണെങ്കിലും ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇന്ത്യൻ ഭാഷകളായിക്കോട്ടെ, ഏത് ഭാഷയാണെങ്കിലും ഭാഷയുടെ അടിസ്ഥാനമായിട്ടുള്ള ഘടകമാണ്, ദ മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള റുഡിമെന്റ് ആണ് ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് വേർഡ്സ് ഫോം ചെയ്യുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. വേർഡ്സ്, ധാരാളം വേർഡ്സ് നമ്മൾ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് സെന്റൻസ് ആയിട്ട് മാറും. ഇവിടെ ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ് ഒരു സെന്റൻസ്. അതായത് ഒരു മീനിങ് ഫുൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റൻസിന് നമ്മൾ മലയാളത്തില് വാക്യം എന്നാണ് പറയുന്നത്, വാചകം എന്നല്ല. Then what is a sentence? എന്താണ് ഒരു സെന്റൻസ്? ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ കൂട്ടമായിരിക്കണം. അതായത് രണ്ടോ അതിലധികമോ വേർഡ്സ് ഉണ്ടായിരിക്കണം. എന്നാൽ വാക്കുകൾ ഇങ്ങനെ വെറുതെ കൂട്ടി ഇങ്ങനെ എഴുതി വെച്ചാൽ മാത്രം പോരാ. അവയെല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമായ ഒരു അർത്ഥം ഉണ്ടായിരിക്കണം. അപ്പോ വ്യക്തമായ ആശയമുള്ള ഒരു പദസമൂഹത്തെയാണ് നാം സെന്റൻസ് എന്ന് പറയുന്നത്. Then what is a sentence? A sentence is a combination of words that makes a complete meaning, or a group of words that makes a complete meaning is called a sentence. അവിടെ മുതൽ നമ്മൾ പഠനം ആരംഭിക്കും. ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ അടിസ്ഥാനമാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ സെന്റൻസ് എന്താണെന്ന് മനസ്സിലായോ? Then what is a sentence? Can you explain what a sentence is? ഒരു സെന്റൻസിന് രണ്ട് വ്യവസ്ഥകളാണ് ഉള്ളത്. ഒന്ന്, സെന്റൻസ് മസ്റ്റ് ബി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. സെന്റൻസ് എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ കൂട്ടമായിരിക്കണം.
എന്നാൽ വെറുതെ വാക്കുകളുടെ കൂട്ടമായാൽ മാത്രം പോരാ, ആ വാക്കുകളുടെ കൂട്ടത്തിന് ആശയം വെളിവാക്കുന്ന വ്യക്തമായ ഒരു അർത്ഥം കൂടി ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ ധാരാളം വേർഡ്സ് നമുക്ക് കാണാം. ഇവിടെ തന്നെ കാണുന്ന വേർഡ്സ് ബുക്ക്, മൊബൈൽ ഫോൺ, പേപ്പർ, ബോട്ടിൽ, അതുപോലെ ടാമ്പ്, ചെയർ, ഇങ്ങനെ പല വാക്കുകൾ, പല വസ്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ വാക്കുകളെല്ലാം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് എഴുതി വെച്ചാൽ അതിനെ നമുക്ക് വാക്യം അല്ലെങ്കിൽ സെന്റൻസ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്പൊ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമായ അല്ലെങ്കിൽ ആശയം വെളിവാക്കുന്ന ഒരു അർത്ഥം നമുക്ക് കിട്ടാനില്ല. ഇപ്പോ ആശയം വെളിവാക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായ അർത്ഥമുള്ള പദസമൂഹത്തെയാണ് നമ്മൾ സെന്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് സെന്റൻസ്? പറയാമോ ആർക്കെങ്കിലും? Can anybody define what a sentence is? No. Yes, okay. അപ്പൊ നിങ്ങള് സെന്റൻസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നോക്കാം, നാം നിത്യജീവിതത്തില് പലതരത്തിലുള്ള സെന്റൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ സാഹചര്യം അനുസരിച്ചിട്ട് ആണ് നമ്മൾ സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചോദ്യവാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ പ്രസ്താവിക്കാൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പ്രസ്താവന വാക്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അത്ഭുതം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അടുത്തതായിട്ട് ഈ കൈൻഡ്സ് ഓഫ് സെന്റൻസസ് ദാറ്റ് വി നോർമലി യൂസ്, നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെന്റൻസുകൾ ഏതെല്ലാമാണ്? അതില് ഒന്നാമത്തെ, സെന്റൻസുകളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അതായത് സെന്റൻസിന്റെ മീനിങ്, അതുപയോഗിക്കുന്ന സാഹചര്യം അനുസരിച്ച് സെന്റൻസുകളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. Sentences are classified into 4 according to its meaning and the context in which they are used. അതിൽ ആദ്യത്തേതാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഡിക്ലറേറ്റീവ്, ആ സെന്റൻസിനെ തന്നെ നമുക്ക് അസർട്ടീവ് സെന്റൻസ് എന്നും പറയാം. ASSERTIVE. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഡിക്ലറേറ്റീവ്, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസ്താവന. പ്രസ്താവനകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം സത്യമാണ് എന്ന് പറയാൻ, പ്രസ്താവിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്യത്തെയാണ് അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. That is the first kind of sentence we normally use. എന്താണ് അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ, or ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? A sentence that asserts or states something as a fact. A sentence that is used to state or declare something is called a declarative or assertive sentence. നമ്മൾ സെന്റൻസുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതിൽ അസർട്ടീവ് സെന്റൻസ് എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. He is a good cricketer. Sachin is a good cricketer. ഞാൻ പറയണം, Sachin is a good cricketer. അതൊരു ഫാക്റ്റ് ആണ്, മാത്രമല്ല അതൊരു പ്രസ്താവന കൂടിയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് സച്ചിൻ ഇസ് എ ഗുഡ് ക്രിക്കറ്റർ എന്ന ആ വാക്യം അത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അതിനെ അസർട്ടീവ് സെന്റൻസ് ആണ്. അസർട്ട് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം സ്റ്റേറ്റ്, പ്രസ്താവിക്കുക എന്നാണ്, അല്ലേ? I am teaching you English. I am teaching you English. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. You listen to my class. നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നു.
യു റൈറ്റ് ഡൗൺ നോട്ട്സ്. നിങ്ങൾ നോട്ട്സ് എഴുതുന്നു. ഈ വാക്യങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതുകൊണ്ട് വേഗം നമുക്ക് ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയാം. ഇംഗ്ലീഷില് സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇംഗ്ലീഷ് രീതി അനുസരിച്ച് നിങ്ങൾ എപ്പോ ഒരു സെന്റൻസ് എഴുതുമ്പോഴും അതിന് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഘടനയുണ്ട്. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. ഹ്യൂമൻ ബോഡിക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ സ്കെൽറ്റന് ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ പോലെ ഇംഗ്ലീഷ് സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് എന്ന രീതിയിലായിരിക്കണം. അതായത് ഇംഗ്ലീഷിൽ നിങ്ങൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം സബ്ജക്ട് എഴുതിയിരിക്കണം. അതിനെ തുടർന്ന് വെർബയെ എഴുതാവൂ, ക്രിയയെ എഴുതാവൂ. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ ഓബ്ജക്റ്റ് അതിന് ശേഷമേ എഴുതാവൂ. നോക്കാം, നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലെ സെന്റൻസുകളും ഇംഗ്ലീഷിലെ സെന്റൻസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഗോപിക ചായ കുടിക്കുന്നു. ഞാനൊരു വാക്യം പറയാം. ഗോപിക ചായ കുടിക്കുന്നു. മലയാളത്തിലെ ഈ സെന്റൻസ് നോക്കിയ നിങ്ങൾ, ഗോപികയാണ് സബ്ജക്റ്റ്. കാരണം പ്രവർത്തി ചെയ്യുന്നയാൾ, അയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗോപികയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഗോപിക കഴിഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ചായ. ഗോപിക എന്താണ് കുടിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ മലയാളത്തില് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓബ്ജക്റ്റ് ആണ് എഴുതുന്നത്. വെർബ് കുടിക്കുന്നു എന്നുള്ളത് അവസാനം എഴുതുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇംഗ്ലീഷ് ഭാഷയിലെ സെന്റൻസ്. ഇംഗ്ലീഷില് നിങ്ങൾ അസർട്ടീവ് സെന്റൻസ് എഴുതുമ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് ആ ഘടനയിലേ എഴുതാവൂ. അല്ലാണ്ട് മറ്റേത് ഘടനയാണെങ്കിലും അത് ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പോ എന്താണ് നമ്മൾ പഠിച്ചത്? ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെന്റൻസ് ആണ്. എന്താണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്യത്തെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഏത് സെന്റൻസ് നിങ്ങൾ വേണമെങ്കിലും പറയാം. നിങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഒരു കാര്യം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഏത് സെന്റൻസ് ആണെങ്കിലും അത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ ഒരു വാക്യം നിങ്ങളോട് അടുത്തായിട്ട് പറയണം. ഷട്ട് ദ ഡോർ. ഒരു വാക്യമാണോ? ഷട്ട് ദ ഡോർ, വാതിൽ അടയ്ക്കുക. അതൊരു കമാൻഡാണ്, ഒരു ആജ്ഞയാണ്, അല്ലെങ്കിൽ ഒരു ഓർഡറാണ്. അടുത്തൊരു വാക്യം വേറെ പറയാണ്. പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ദയവായി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. അത് ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്. അടുത്തൊരു വാക്യം കൂടി പറയാം. മേ ഗോഡ് ബ്ലസ് യു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഒരു വിഷാണ്, നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ മറ്റുള്ള ആളുകളെ അനുഗ്രഹിക്കുമ്പോ പറയുന്നതാണ് മേ ഗോഡ് ബ്ലസ് യു. അപ്പൊ ഇവിടെ ഞാനിപ്പോ പറഞ്ഞ 3 വാക്യങ്ങൾ, ഒന്ന് കമാൻഡ് ആയിരുന്നു, മറ്റൊന്ന് റിക്വസ്റ്റ്, മറ്റൊന്ന് വിഷ്, ആഗ്രഹം. ഇതുപോലെ കമാൻഡോ റിക്വസ്റ്റോ വിഷോ, ആജ്ഞയോ അല്ലെങ്കിൽ അപേക്ഷയെയോ അല്ലെങ്കിൽ വിഷാഗ്രഹത്തെയോ കാണിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇംപെരേറ്റീവ് സെന്റൻസ്, IMPERATIVE, ഇംപെരേറ്റീവ് സെന്റൻസ്. ഇംപെരേറ്റീവ് സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വാക്യങ്ങളിലൊന്നും തന്നെ
സബ്ജക്റ്റ് ഇല്ല. ഷട്ട് ദ ഡോർ, അതിൽ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ ആ സബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് സ്ലീപ്പിംഗ് സബ്ജക്റ്റ് ആണ്, എപ്പോഴും യു എന്നായിരിക്കുന്നത്. യു ഷട്ട് ദ ഡോർ എന്നാണ് അതിന്റെ. യു ഷട്ട് ദ ഡോർ എന്ന് നമ്മൾ പറയേണ്ടതില്ല. ഷട്ട് ദ ഡോർ. പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് വാട്ടർ. പ്ലീസ് മൂവ് എ ലിറ്റിൽ. പ്ലീസ് സിറ്റ് ബിസൈഡ് മീ. അപ്പൊ ഇങ്ങനെയുള്ള വാക്യങ്ങളാ ഇവയിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? എ സെന്റൻസ് which expresses a command, a request, or a wish is called an imperative sentence. In short, there will be no subject in imperative sentences. The subject is often left out, but the subject is always you. You എന്നായിരിക്കും subject. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലാവായിട്ടില്ലെങ്കിൽ പറയാം. കേൾക്കണല്ലേ? മനസ്സിലായി സർ. ഹലോ, എന്താ? ഓക്കെ, പറയാം. നിങ്ങള് ഞാൻ പറയണത് മാത്രം കേട്ടോണ്ടിരുന്ന കാര്യമില്ല. മനസ്സിലായി സർ. ഓക്കെ, നെക്സ്റ്റ്. അടുത്തതായിട്ട് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്. അടുത്തതായി ഞാൻ നിങ്ങളോട് മറ്റൊരു എക്സാമ്പിൾ പറയണം. വാട്ട് എ ഫൂൾ ഹി ഈസ്. വാട്ട് എ ഫൂൾ ഹി ഈസ്. അവൻ എന്തൊരു വിഡ്ഢിയാണ്. വാട്ട് എ പിറ്റി യു കുഡ്ന്റ് കം. വാട്ട് എ പിറ്റി യു കുഡ്ന്റ് കം. നിങ്ങൾ വരാതിരുന്നത് കഷ്ടമായി പോയി. അപ്പോ ആദ്യം പറഞ്ഞ വാക്യം വാട്ട് എ ഫൂൾ ഹി ഈസ് എന്നുള്ള ആ വാക്യം നോക്കാം നിങ്ങള്. അത് നമ്മുടെ പെട്ടെന്നുള്ള മാനസിക വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിച്ച വാക്യമാണ്. അപ്പോ പെട്ടെന്നുള്ള സഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ അമ്യൂസ്മെന്റ് ഓർ ആങ്കർ, ദേഷ്യം അല്ലെങ്കിൽ സന്തോഷം എന്നിവ പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ, എക്സ്ക്ലെയിം എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആശ്ചര്യപ്പെടുക, ഒരു വെർബാണ്, ക്രിയയാണ്. എക്സ്ക്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, നൗൺ ഫോം ആണ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന, അത് അഡ്ജക്റ്റീവാണ്. അപ്പൊ ഞാനത് ഓരോ വാക്കുകളുടെയും വ്യത്യസ്തമായിട്ടുള്ള പാർട്സ് ആണ് പറഞ്ഞത്. അത് പിന്നീട് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോ എന്താണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്? എ സെന്റൻസ് വിച്ച് എക്സ്പ്രസസ് സഡൻ സ്ട്രോങ് ഫീലിംഗ്സ് ഇസ് കോൾഡ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. പെട്ടെന്നുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഫീലിംഗ്സ്, വികാരങ്ങൾ എന്നിവ പ്രകടിപ്പിക്കാനാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ തരത്തിലുള്ള സെന്റൻസ്. ലാസ്റ്റ് കൈൻഡ് ഓഫ് സെന്റൻസ്. ഒരു സെന്റൻസിന് ഒരു വിഭാഗം കൂടിയുണ്ട്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എക്സാമ്പിളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു? വാട്ട് ഡു യു propose to go in the summer holidays? What do you propose to go in the summer holidays? വേനൽക്കാല അവധിക്ക് നിങ്ങൾ എവിടെ പോവാൻ ഉദ്ദേശിക്കുന്നു? ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അപ്പോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ്
ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇന്ററോഗേറ്റ് എന്ന വേർഡ് ഉണ്ട്. ഇന്ററോഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം ചെയ്യുക. ഇന്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യൽ. ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവ രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ചില ചോദ്യങ്ങള് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യെസ് എന്നോ നോ എന്നോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യകർത്താവ് തൃപ്തിപ്പെടും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ, ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യമാണ്, ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തോ? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചെയ്തിട്ടില്ല എങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ഇവ മിക്കവാറും ഹാസ്, ഹാവ്, ഹാഡ്, അതുപോലെ ആം, ഈസ്, ആർ, വാസ്, വർ ഇങ്ങനെയുള്ള ഓക്സിലിയറി വെർബ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ഒരു പ്രത്യേക, നേരത്തെ പറഞ്ഞ അത് പറയാൻ വിട്ടുപോയി, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അതിന്റെ അവസാനം ഉണ്ടായിരിക്കണം. എന്നപോലെ ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ അവസാനവും ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോ 4 തരത്തിലുള്ള സെന്റൻസുകൾ, അത് ഞാനൊന്നും കൂടി നിങ്ങൾക്ക് വളരെ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ പറഞ്ഞത് സെന്റൻസ്. എ സെന്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് as a group of words that makes a complete sense or complete meaning. Sentences are divided into 4 types. They are declarative sentence, declarative sentence or assertive sentence, imperative sentence, exclamatory sentence, and interrogative sentence. ഓരോന്നും എന്താണെന്നും കൂടി ഒന്ന് പറയാം ഒരിക്കൽ കൂടി. A sentence that makes a statement is called declarative sentence. A sentence that expresses a wish or a request or a command is called an imperative sentence. Imperative sentence il subject undayirikkilla. അടുത്തതാണ് a sentence which expresses sudden and strong feelings of the mind is called exclamatory sentence. The last one, interrogative sentence, that is used to ask questions, or a sentence that is used to make questions is called interrogative sentence. അവ 2 തരത്തിലുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ലേ, ഹു, വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വാക്യങ്ങളെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതാണ് 4 തരത്തിലുള്ള സെന്റൻസ്. അപ്പോ സെന്റൻസുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കണം. നെക്സ്റ്റ്, സെന്റൻസ് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരല്ലോ,
പാർട്സ്, ഒരു സെന്റൻസിന് എത്ര ഭാഗങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്സ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഭാഗങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു സെന്റൻസിന് 2 ഭാഗങ്ങളേ ഉള്ളൂ. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. മലയാളമൊന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സെന്റൻസിന്റെ ആദ്യം കാണുന്ന ഭാഗം ഏതാണോ അതായിരിക്കും സബ്ജക്ട്. അതൊരു വ്യക്തിയോ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ആയിരിക്കും. ഉണ്ടോ? അപ്പോ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു നൗൺ ആവാം, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ, നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വേർഡാവാം, അല്ലെ ഒരു സ്ഥലമാവാം. ആ സ്ഥലവും നൗൺ തന്നെയാണ്. ഉണ്ടോ? ഇപ്പോ അപർണ സ്പീക്സ് ഇംഗ്ലീഷ്. അപർണ സ്പീക്സ് ഇംഗ്ലീഷ്. അപർണ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇവിടെ ആ സെന്റൻസിൽ ആദ്യം തന്നെ നമ്മൾ കണ്ട വ്യക്തിയുടെ പേരേതാണോ അതാണ് സബ്ജക്ട്. ഹലോ, the first part of the sentence or the part that names a person, place or thing is called the subject of the sentence. ഏത് വാക്യം നിങ്ങൾക്ക് വേണമെങ്കിലും പറഞ്ഞു നോക്കാം. എന്നാൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാകരണ ദൃഷ്ടിയ അതിനെ വിവരിക്കുന്നത് സബ്ജക്ട് ഈസ് ദ ഡൂവർ ഓഫ് ആൻ ആക്ഷൻ or the state of something. പ്രവർത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ആ നിർവചനത്തെക്കാൾ നല്ലത് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. ഉണ്ടോ? അപ്പൊ ഞാനൊരു വാക്യം നിങ്ങളോട് ചോദിക്കും, അതിലെ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ പറയണം. The sun set behind the western hills. The sun set behind the western hills. ഏതാണ് അവിടുത്തെ സബ്ജക്ട്? The sun. The sun. നോക്കാം, നിങ്ങൾ സബ്ജക്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സെന്റൻസിന്റെ ആദ്യം കാണുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 2-3 എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കാം, അതിലെ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഒന്ന്, the river flowed swiftly. The river flowed swiftly. The river. The river ആണ് അവിടുത്തെ സബ്ജക്ട്. നെക്സ്റ്റ്, അടുത്തൊരു സെന്റൻസ് എന്താണ്? മഹാത്മാഗാന്ധി taught truth and non-violence. മഹാത്മാഗാന്ധി taught truth and non-violence. മഹാത്മാഗാന്ധി സത്യവും അഹിംസയും എന്താണെന്ന് പഠിപ്പിച്ചു. സബ്ജക്ട് ഏതാ? മഹാത്മാഗാന്ധി. ഓക്കെ. നെക്സ്റ്റ്, അടുത്ത് പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക. ടു അമേരിക്കൻ astronauts landed on the moon. Two American astronauts landed on the moon. രണ്ട് അമേരിക്കൻ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങി. ഇതിലേതാണ് സബ്ജക്ട്? അതായത് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് തന്നെ ആയിരിക്കണമെന്നില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആവാം. ഇവിടെ നോക്കിയേ, ടു എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അമേരിക്കൻ എന്ന വേർഡ് ഉണ്ട്, അസ്ട്രോനാറ്റ്സ് ബഹിരാകാശ യാത്രികൻ എന്ന വേർഡ് ഉണ്ട്. ടു അമേരിക്കൻ അസ്ട്രോനാറ്റ്സ് എന്ന ആ ഭാഗമാണ് ഇവിടുത്തെ സബ്ജക്ട്. കണ്ടോ? ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ അത് പറയാൻ ശ്രമിക്കുക. The peaks of the Himalayas. The peaks of the Himalayas are covered with snow. The peaks of the Himalayas are covered with snow. ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്? The peaks of The Himalayas. peak of the Himalayas. Yes, very good. The peaks of the Himalayas എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്ട്.
അപ്പോ എ സബ്ജക്ട് need not necessarily be a word, it may be a group of words. അടുത്തത് the Shah of Iran visited India recently. The Shah of Iran visited India recently. ഇവിടുത്തെ സബ്ജക്ട് ഏതാണ്? The Shah of Iran. Shah of Iran. എന്താ? The Prime Minister of Britain visited India recently. അവിടെ Prime Minister of Britain എന്നുള്ളതാണ് സബ്ജക്ട്. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായില്ലേ? സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ആവാം, ഒന്നിലധികം വേർഡ്സ് ആവാം. ഒന്നിലധികം വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാശയം ഉൾക്കൊള്ളുന്ന ആ വാക്കുകളുടെ കൂട്ടമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് സെന്റൻസിന്റെ അടുത്ത ഭാഗം, പ്രെഡിക്കേറ്റ്. PREDICATE എന്നാണ് അതിന്റെ സ്പെല്ലിംഗ്. പ്രെഡിക്കേറ്റ് എന്ന വാക്കിന്റെ മീനിങ് അതൊരു ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. പ്രെഡിക്കേറ്റ് മീൻസ് സേ, പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇവിടെ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൽ സബ്ജക്റ്റിനെ കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണോ അതാണ് പ്രെഡിക്കേറ്റ്. എന്താണ്? സബ്ജക്റ്റ് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതവസ്ഥയിലാണ് എന്ന് പറയുന്ന ആ ഭാഗമുണ്ട്, ആ ഭാഗത്തെയാണ് പ്രെഡിക്കേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാണ്. 2 American astronauts landed on the moon. ഇവിടെ നോക്കാം, സബ്ജക്റ്റ് 2 American astronauts എന്നുള്ളതാണ്. അവർ ചെയ്ത പ്രവൃത്തിയെ വിവരിക്കുന്ന ഭാഗം ഏതാണ്? Landed on the moon. Landed on the moon എന്ന ആ ഭാഗത്തെ മുഴുവനായി നമുക്ക് എന്ത് പറയാം? പ്രെഡിക്കേറ്റ് എന്ന് പറയാം. എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ? The telling part of a sentence is called the predicate of the sentence. സാധാരണ ചുരുക്കത്തിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നെയിമിംഗ് പാർട്ടിനെ നമ്മൾ സബ്ജക്റ്റ് എന്നും ടെല്ലിംഗ് പാർട്ടിനെ പ്രെഡിക്കേറ്റ് എന്നും എന്നാണ് പറയുന്നത്. സാധാരണ ഒരു നോർമൽ വേർഡ് ഓർഡർ അനുസരിച്ചിട്ട് സബ്ജക്റ്റ് ആദ്യവും അതിനുശേഷം പ്രെഡിക്കേറ്റുമായിരിക്കും വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10 സെന്റൻസ് കൺസ്ട്രക്ഷൻ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നതാണത്. അപ്പോ ഞാനൊരു വാക്യം നിങ്ങളോട് പറയാൻ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും പറയണം. God be with you. God be with you. സബ്ജക്റ്റ് ഏതാണ്? God. പ്രെഡിക്കേറ്റോ? Be with you. Be with you. കണ്ടാ, പ്രെഡിക്കേറ്റിൽ ഒരു വെർബ് ഉണ്ടായിരിക്കും, ഒരു ക്രിയ ഉണ്ടായിരിക്കും. ഒരു ഓബ്ജക്റ്റും ഉണ്ടാവാം, ഓബ്ജക്റ്റ് നിർബന്ധമില്ല. പ്രെഡിക്കേറ്റില് ഒരു വെർബ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ വെർബ് അഥവാ ക്രിയ? ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന പദമില്ലേ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം, ആ പദത്തെയാണ് നമ്മൾ വെർബ് അഥവാ ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യാറുള്ള എല്ലാ പ്രവൃത്തികളും ക്രിയകളാണ്. ഓടുക, ചാടുക, ഉറങ്ങുക, ഇരിക്കുക, ഭക്ഷിക്കുക, ഇതെല്ലാം വെർബ്സ് ആണ്. റൺ, ഈറ്റ്, ഗോ, പ്ലേ, റീഡ്, വാച്ച്, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. അവയെ നമുക്ക് വെർബ്സ് എന്ന് പറയാം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കർത്താവ് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരാണ്, അതാണ് ഓബ്ജക്റ്റ്. അതിന് വലിയ പ്രാധാന്യമില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ construct at least 10 sentences and separate them
സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. അടുത്ത ഒരു എക്സാമ്പിൾ കൂടി നിങ്ങളോട് ഞാൻ പറയാം. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. സബ്ജക്റ്റ് ഏതാണ് ഇതിലെ? നിങ്ങൾ എല്ലാവരും പറയാം. Christopher Columbus. വെർബോ Discovered. ഡിസ്കവേർഡ് ആണ് അതിലെ വെർബ്. പ്രെഡിക്കേറ്റ് ഏതാന്ന് വെച്ചാൽ ഡിസ്കവേർഡ് Discovered America. അമേരിക്ക എന്നുള്ളതാണ് അതിലെ ഓബ്ജക്റ്റ്. അപ്പൊ നമുക്ക് അത് മനസ്സിലായില്ലേ? സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സെന്റൻസിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സെന്റൻസ് എന്താണെന്നും 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്, അതിന്റെ 2 ഭാഗങ്ങൾ, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിലുപരിയായി മറ്റൊരു കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വേറൊന്നുമല്ല, സെന്റൻസുകളാണെങ്കിലും സെന്റൻസുകൾ സാധാരണ നമ്മൾ നിർമ്മിക്കുന്നത് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ്. അതായത് സെന്റൻസസ് ആർ മെയ്ഡ് ഓഫ് വേർഡ്സ്. ബട്ട് ഈ വേർഡ്സിനും ഇതുപോലെ ചില സവിശേഷതകളുണ്ട്. അതായത് ഒരു വേർഡിന്റെ അല്ലെ ഒരു വാക്കിന്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം അനുസരിച്ച് വാക്കുകളെ നമുക്ക് 8 വിഭാഗങ്ങളായി തിരിക്കാം. അതെ, മോഡേൺ ഇംഗ്ലീഷില് വേർഡ് ക്ലാസസ് എന്നാണ് പറയുന്നത്. വേർഡ് ക്ലാസസ്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരിലും പറയും പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മൾ പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അവയെല്ലാം ഒരുപോലുള്ള വാക്കുകളല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് 8 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ആ 8 വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെടുത്താലും അത് ഈ 8 വിഭാഗങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോ sentences are made of words according to the nature and function in a sentence. Sentences are divided into 8 classes. They are called parts of speech. അപ്പൊ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ് നിങ്ങൾ കേട്ട് കാണും. ബട്ട് അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആദ്യത്തേതാണ് നൗൺ. എന്തൊക്കെയാണ് നൗൺ? Pronoun. Adjective, verb, adverb, preposition, conjunction and interjection. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം വാക്കുകളുടെ ആ പ്രത്യേകത അറിഞ്ഞാൽ ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തേതാണ് നൗൺ. നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. നൗൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സ്ഥലത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിന്റെയോ പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു വ്യക്തിയുടെ പേരാവാം, ഒരു വസ്തുവിന്റെ പേരാവാം. അപ്പൊ ഗോപിക എന്നത് ഒരു നൗൺ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ. ഗോപികയുടെ നാട് എവിടെയാണ്? തൃശ്ശൂർ. യെസ്, തൃശ്ശൂർ എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതുകൊണ്ട് തൃശ്ശൂർ എന്നുള്ളത് എന്താണ്? ഒരു നൗൺ ആണ്, അല്ലേ? അതുപോലെ ബുക്ക്, അതൊരു വസ്തുവിന്റെ പേരാണ്, അത് നൗൺ ആണ്.
നമ്മുടെ ഇവിടെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പേരുകളെയും നമുക്ക് നൗൺ എന്ന് വിളിക്കാം. അത് വ്യക്തി ആയിക്കൊള്ളട്ടെ, വസ്തു ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ. അപ്പൊ ഞാനൊരു വാക്യം ഇപ്പൊ നിങ്ങളോട് പറയാം, അതിലെ നൗൺസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യണം. നോക്കാം. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ. നോക്കാം. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ. ഇതിലെ നൗൺസ് ഏതൊക്കെയാണ്? ഗാന്ധിജി, ഗാന്ധിജി, നേഷൻ. നേഷൻ ആണ്. ഫാദർ, ഫാദർ എന്നുള്ളത് നൗണല്ലേ? അതെ. അതെ. അപ്പൊ ആ ഒരു വാക്യത്തിൽ തന്നെ 3 നൗൺ ഫോംസ് ഉണ്ട്. അടുത്തൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. പിക്ക് ഔട്ട് ദോസ് നൗൺസ് ഇൻ ദാറ്റ് സെന്റൻസ്. ഇന്ത്യ is the biggest democracy in the world. India is the biggest democracy in the world. ഇതിലെ നൗൺസ് ഏതൊക്കെയാണ്? ഇന്ത്യ, വേൾഡ്. ഡെമോക്രസി, ജനാധിപത്യം അല്ലെ? അത് ഒരു ക്രമത്തിന്റെ, ഒരു ഭരണക്രമത്തിന്റെ പേരല്ലേ ഡെമോക്രസി? അതുപോലെ വേൾഡ്, അതും നൗൺ ഫോം അല്ലേ? നെക്സ്റ്റ് അടുത്ത ഒരു സെന്റൻസ് കൂടി പറയാം. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം പണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും വെറുതെ പറഞ്ഞുള്ളൂ. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ഇതിന് നൗൺസ് ഏതൊക്കെയാണ്? മണി, റൂട്ട്, ഓൾ, ഈവിൾ. ഓൾ ഇല്ല. ഓൾ എന്നുള്ളത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ഈവിൾ എന്നുള്ളതാണ്. ഈവിൾ, പൈശാചികത അല്ലെങ്കിൽ തിന്മ. മനസ്സിലായോ? അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായില്ലേ? ഈ നൗൺ എന്ന് പറഞ്ഞാൽ തന്നെ അതിനും പല തരംതിരിവുകളുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നൗൺസ് സാധാരണയായിട്ട് നമുക്ക് ചില വസ്തുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റും കൃത്യമായി. ചിലവയെ നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പോ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബുക്ക്. ഇവിടെ ഈ റൂമിലോ അല്ലെങ്കിൽ ലൈബ്രറിയിലോ എത്ര ബുക്കുകളുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കൗണ്ട് ചെയ്യാം. ആ ബുക്ക് എന്നുള്ളത് കൗണ്ടബിൾ നൗൺ ആണ്. പെൻ, പേപ്പർ, ചെയർ, ബോയ്, ഗേൾ, ഇങ്ങനെയുള്ള ഈ വാക്കുകളെല്ലാം കൗണ്ടബിൾ നൗൺസ് ആണ്. ഇതുപോലെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞൊരു നൗൺ ഉണ്ട്. അതായത് the nouns that we can never count. നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയാത്ത, കൗണ്ട് ചെയ്ത് തീർക്കാൻ കഴിയാത്ത നൗൺസിനെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റില്ല. അതുപോലെ എയർ, ഷുഗർ, ഗ്യാസ്, ഇങ്ങനെയുള്ള ആ നൗൺസിനെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അപ്പൊ നൗൺ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നൗണിന് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായിട്ടുള്ള നൗൺസ് ഉണ്ട്. കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ആണ് ഇവ അറിയപ്പെടുന്നത്. അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ പറഞ്ഞു തന്നത് നൗൺസ് എന്നുള്ളതാണ്. അതിന് വേറെ കാറ്റഗറൈസേഷൻ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തെ പ്രോ നൗൺ. പ്രോ എന്ന് പറഞ്ഞാൽ പകരമായി എന്നാണ് അതിന്റെ അർത്ഥം. നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോ നൗൺ എന്ന് പറയുന്നത്. ഒരു നൗൺ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ് പ്രോ. ഒരു വാക്യം നിങ്ങളോട് പറയണം,
അപ്പൊ ബാക്കി ഇതാണ് നോക്കാം. കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. കൗ ഇസ് എ ഡൊമസ്റ്റിക് ആനിമൽ. പശു വീട്ടിൽ വളർത്തുന്ന മൃഗമാണ്. അതിൽ നൗൺസ് ഏതൊക്കെയാണ്? കൗ, ആനിമൽ ആണല്ലേ. ഈ കൗവിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്തൊരു വാക്യം പറയണം. പശു നമുക്ക് പാൽ തരുന്നു. വീണ്ടും നമ്മൾ പശു എന്ന് വീണ്ടും പറയുന്നതിന് പകരമായി, പശു എന്നതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ ഒരു വാക്കുണ്ട്, വേർഡ് ഇറ്റ്. ഇറ്റ് ഗിവ്സ് us milk. അപ്പൊ കൗ എന്നതിന് പകരമായി നമ്മൾ ഉപയോഗിച്ച വേർഡ് ഏതാണ്? ഇറ്റ്. ഇറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോനൗൺ. ഇപ്പൊ ഗോപിക ഇസ് എ സ്റ്റുഡന്റ്. ഗോപിക ഒരു വിദ്യാർത്ഥിയാണ്. വീണ്ടും ഗോപിയെ കുറിച്ച് നമുക്ക് പറയണം. ഗോപിക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് പഠിക്കുന്നു. നമ്മൾ എങ്ങനെ പറയും? വീണ്ടും നമ്മൾ ഗോപിക എന്ന് പറയണ്ട, she is studying for hospital administration course. വീണ്ടും നമ്മൾ ഗോപിയെ കുറിച്ച് ഇനി എന്ത് പറയണമെന്നുണ്ടെങ്കിലും ഷീ എന്ന് ആവർത്തിച്ചാൽ മതി. അപ്പൊ ഒരു നൗൺ ആവർത്തിക്കാതെ ആവർത്തന വിരസത ഒഴിവാക്കാൻ അതിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോനൗൺ എന്ന് നമ്മൾ പറയുന്നത്. 3 തരത്തിലാണ് പ്രോനൗൺസ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് അത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഐ. മറ്റൊന്ന് ബി, ഐയും ബിയും. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ, അത് യു എന്ന ആ വേർഡാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ദേ, ഇറ്റ്, ഇവയെല്ലാം തേർഡ് പേഴ്സൺ ആണ്. അതിന്റെ നിർവചനം ശരിക്കും ഇങ്ങനെയാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു ഈസ് സ്പീക്കിംഗ്. സംസാരിക്കുന്നത് ആരാണോ അയാളാണ് ഫസ്റ്റ് പേഴ്സൺ. ഇപ്പൊ സംസാരിക്കുന്നത് ആരാ? ഞാനല്ലേ. അപ്പൊ ഐ എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സൺ. നിങ്ങളെല്ലാവരും കൂടി സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുന്നത് നിങ്ങളല്ലേ. അപ്പൊ ഞങ്ങൾ എന്ന് പറയാൻ നിങ്ങൾക്ക്. അപ്പൊ വി ആണ് അവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം യു ആർ സ്പീക്കിംഗ്. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? യു, നിങ്ങളോട്. അപ്പൊ നിങ്ങളാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സണിൽ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സൺ അബൌട്ട് ഹൂം വി ആർ ടോക്കിംഗ്. നമ്മൾ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത്, നമ്മൾ അവനെ കുറിച്ച് സംസാരിക്കും ഹി, അവളെ കുറിച്ച് സംസാരിക്കും ഷീ, അവരെ കുറിച്ച് സംസാരിക്കും ദേ, ഇതിനെ കുറിച്ച് സംസാരിക്കും ഇറ്റ്. ഈ പറഞ്ഞ വാക്കുകളെല്ലാം തേർഡ് പേഴ്സൺ ആണ്. ഇതിനെയാണ് നമ്മള് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ പറയാം. മനസ്സിലായി. ഓക്കെ. നോക്കാം. ഇപ്പൊ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സർവനാമം എന്നാണ് ഇപ്പൊ. നെക്സ്റ്റ് അഡ്ജക്റ്റീവ് എന്ന വേർഡാണ്. മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചിൽ അല്ലെങ്കിൽ വേർഡ് ക്ലാസ്സസിൽ മൂന്നാമത്തേത് അഡ്ജക്റ്റീവ്. ADJECTIVE. അഡ്ജക്റ്റീവ്.
അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്നാണ് മലയാളം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നൗണിന്റെ പ്രത്യേകത എടുത്തു പറയാൻ നൗണിനോടൊപ്പം ചേർക്കുന്ന വാക്കിനെയാണ് അജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ പറയണ ഗേൾ ഒരു നൗൺ അല്ലേ? ഗേൾ ഒരു നൗണാണ്. പക്ഷെ ഗേൾ എന്ന് കേട്ടാൽ ഒരു പെൺകുട്ടി എന്ന അർത്ഥം മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ തീർന്നു. ബട്ട് അതിന് മുന്നിലായിട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് കൂടി ചേർക്കുകയാണെങ്കിലോ, എ ബ്യൂട്ടിഫുൾ ഗേൾ, ഒരു സുന്ദരിയായ പെൺകുട്ടി. അപ്പൊ ആ പെൺകുട്ടിയുടെ സവിശേഷത എടുത്തു പറയാൻ നമ്മൾ ഉപയോഗിച്ച വേർഡാണ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന വാക്കിനെയാണ് അജക്റ്റീവ് എന്ന് പറയുന്നത്. എ സ്മാർട്ട് ബോയ്, തുറുതുറക്കുള്ള ഒരു ആൺകുട്ടി. സ്മാർട്ട് എന്നുള്ളതാണ് അവിടുത്തെ അജക്റ്റീവ്. എ ക്രൂവൽ മാൻ, മാൻ എന്നതിനെ വിശേഷിപ്പിക്കാൻ, ക്വാളിഫൈ ചെയ്യാൻ അതിന് മുന്നിലായിട്ട് ഉപയോഗിച്ച ഒന്നാണ് അജക്റ്റീവ്. അപ്പോ അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? An adjective is a word which qualifies a noun. Which qualifies a noun or adds something to its meaning. No. Adjective എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത്, നൗണിന്റെ സവിശേഷത നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ അങ്ങനെയുള്ള സവിശേഷത എടുത്തു പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം. അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എങ്ങനെ നമ്മുടെ ക്ലാസ്സിലോ വാട്സപ്പോ ഏതെങ്കിലും രീതിയിൽ ചോദിക്കും. ഓക്കെ? Yes, sir. Okay then. Okay, thank you, sir. We will see in the next class. Okay, thank you, sir. Okay, sir. ഞായറാഴ്ച വൈകുന്നേരമോ?